അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നമ്മൾ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ സന്തോഷകരമായ സുദിനത്തിൽ ആണ് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു സന്തോഷിക്കണം എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു തന്ന 2 ദിനങ്ങളിൽ ഒന്നാണ് ഈ ഈദുൽ അദ്ഹ, ബലിയുടെ ദിനം, ബലിപെരുന്നാൾ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ ദിനം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമെന്ന് പറയുമ്പോൾ ഇന്ന് അതിന് പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഡാൻസാണ്. മുതിർന്ന അധ്യാപകന്മാരും അധ്യാപികമാരും വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ട് 10-15 ദിവസം ഡാൻസ് കളിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ സത്യത്തിൽ ഈ ഒരാളുടെ ടെൻഷൻ മാറാനും സന്തോഷിക്കാനൊക്കെ ഡാൻസ് ഉണ്ടെങ്കിൽ പറ്റുന്നതാണ്. ഡാൻസ് ഒന്നും കൂടി ഗ്രാൻഡ് ആവണമെങ്കിൽ അതിൻ്റെ കൂടെ ലഹരിയും കൂടി ഉണ്ടാവണം എന്നാണ്. ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇപ്പോൾ ഡാൻസ് കളിപ്പിക്കുന്നത്. സത്യത്തിൽ ഡാൻസിന് ഹരം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ലഹരി വേണം എന്നതാണ്. ലഹരിയിലേക്കുള്ള ഒരു പടിയാണത് എന്ന് പറഞ്ഞത്. സാധാരണ ലഹരി പാർട്ടികളിലെല്ലാം കാര്യമായി ഉണ്ടാകുന്നൊരു പ്രോഗ്രാം ഡാൻസ് ആയിരിക്കും. അപ്പോൾ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ആഹ്ലാദത്തിനും സന്തോഷത്തിനും തെറ്റായ വഴികൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിൽ സന്തോഷം എന്ന് പറയുമ്പോൾ, ആഹ്ലാദം എന്ന് പറയുമ്പോൾ അത് മ്യൂസിക്കോ ചാടിക്കളികളോ ലഹരിയോ ഒന്നുമല്ല എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിൻ്റെ, മനസ്സിൻ്റെ വിശുദ്ധിയിലാണ് യഥാർത്ഥത്തിൽ ആ ഒരു സന്തോഷം നിലകൊള്ളുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ, ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ, ഒരാളുടെ വേദനകൾ നമ്മൾ ഒപ്പിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി വേറെ എന്ത് ചെയ്താലാണ് കിട്ടുക? ഒന്നും ചെയ്താലും കിട്ടില്ല. നമ്മൾ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചാൽ കിട്ടാത്ത ഒരാനന്ദം ഒരു 100 രൂപ അർഹതപ്പെട്ട ഒരാളെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഇത്തരം ചില കാട്ടിക്കൂട്ടലുകളാണെന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇസ്ലാം നിശ്ചയിച്ച്. ഇവിടെ ഏതെല്ലാം മതത്തിൻ്റെ പേരിലും എന്തെല്ലാം വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ ആ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരിവിടെ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മധുരം പലഹാരങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ ഡാൻസ്, മ്യൂസിക്, അല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ ടൂറ്, ഇതൊക്കെയാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ആരാധനകൾ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈദുൽ ഫിത്തർ എന്നുള്ള എന്താണ്? അതിൻ്റെ പേരെന്നെ ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ കിട്ടുന്ന ആ വിശുദ്ധി ഉണ്ടല്ലോ, ആ വ്രതം അവസാനിപ്പിക്കലാണ്. അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അതിൻ്റെ പിറ്റേന്നുണ്ടായിരിക്കും. അതേപോലെ ബലിയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റി അള്ളാഹുവിനെ സമർപ്പിച്ച് ത്യാഗം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ബലിയുടെ ത്യാഗ ഓർമ്മകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആ സമർപ്പണത്തിൻ്റെ സന്തോഷമാണ്. നമുക്ക് എല്ലാം നൽകിയ അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന നിർവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സന്തോഷമെന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ ചെയ്യുന്നത് ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു, അവിടുത്തെ ഉത്ബോധനത്തിൽ പങ്കുചേരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ആഘോഷങ്ങളെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ ആ സന്തോഷത്തെയും ആഹ്ലാദത്തെയും കെടുത്തിക്കളയും. അതുകൊണ്ട് ഇന്നൊരു സന്തോഷ ദിനമല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്കോ തെറ്റായ ഒരു കാര്യത്തിന് അവസരം ഉണ്ടാക്കാതെ ഒരു പൂർണ്ണമായ നന്മ നിറഞ്ഞൊരു ദിനമാക്കാനും ബലികർമ്മങ്ങളിൽ പങ്കുചേരാനൊക്കെ നമ്മൾ ഇന്ന് പരിശ്രമിക്കാം. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു ദിനമായി ഇന്നത്തെ ഈദിൻ്റെ ദിനത്തെ നമ്മൾ കാണാം. മറ്റുള്ളവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ആളുകളുമായുള്ള സൗഹാർദ്ദങ്ങൾ പുതുക്കുവാനൊക്കെ ഉള്ള നല്ലൊരു അവസരമായിട്ട് ഈ ദിവസത്തെ നമ്മൾ വിനിയോഗിക്കണം. അള്ളാഹു അതിലെ തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാം.